ഔദ്യോഗിക ഏജൻസികളും അതിലെ അർത്ഥമില്ല. ഞാൻ ചോദിക്കുന്നത് വാർത്താ മാധ്യമങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവരെ ആക്രമിക്കുന്ന ഒരു ചിത്രം കിട്ടിയിട്ടുണ്ടോ? ഇവരെ അടുത്താരെങ്കിലും ചെല്ലുന്നതിന്റെ ഒരു ചിത്രം കിട്ടിയിട്ടുണ്ടോ? ഒറ്റ വാർത്താ മാധ്യമങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ അത് ആഘോഷിക്കാനാണെങ്കിൽ ആഘോഷിച്ചോട്ടെ, കുഴപ്പമില്ല. ഞങ്ങൾക്ക് കിട്ടിയ ആദ്യത്തെ അന്വേഷണത്തിൽ കിട്ടിയ വിവരമാണ്. ഇനിയും ഞങ്ങൾ അന്വേഷിക്കും. കൂടുതൽ എന്തെങ്കിലും വിവരം തരാം. ആരെങ്കിലും അവരുടെ അടുത്ത് ചെന്ന് അവരെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ ശക്തമായി അപലപിക്കും. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവർക്കെതിരായി നടപടിയെടുക്കും. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ ചെയ്തു കാണാനുള്ള യാതൊരു സാധ്യതയും പ്രാഥമിക അന്വേഷണത്തിലില്ല. രണ്ടാമത് അന്വേഷണത്തിൽ അങ്ങനെ കണ്ടാൽ തീർച്ചയായിട്ടും ചെയ്യും. പ്രതിപക്ഷത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ്. അല്ല, അതൊക്കെ ചെയ്ത് എനിക്കെതിരെ പ്രതിഷേധിച്ചു. എനിക്കൊരു വിഷയമില്ല. ഞാനാണല്ലോ ഭരിക്കുന്നത് കേരളം. ഞാനാണല്ലോ കേരളം ഭരിക്കുന്നത്. ഞാനാണല്ലോ ആരോഗ്യരംഗത്തെ ഈ സ്ഥിതിയിലാക്കിയത്. ഞാനാണല്ലോ കേരളത്തെ ഈ സ്ഥിതിയിലാക്കിയത്. കേരളത്തിലെ ഈ ശരിയാക്കി തന്ന ഞാനാണല്ലോ. അതുകൊണ്ട് എനിക്കെതിരെ പ്രതിഷേധിച്ചു. കുഴപ്പമൊന്നുമില്ല. ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ പ്രതിപക്ഷ നേതാവിന്റെ അറിവോടുകൂടിയാണ് ഈ ആക്രമണം നടത്തിയെന്നുള്ള ഇപ്പൊ കേരളത്തിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും എല്ലാ മന്ത്രിമാരും വി.ഡി. സതീശനാന്ന് പറയും. കാരണം എനിക്ക് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നത് അവരാണ്. എന്റെ PR ചെയ്യുന്നത് ഇപ്പൊ അവരാണ്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, അതൊക്കെ ഉറപ്പായിട്ട് തുടരും. അതൊന്നും വേറൊരു അക്രമത്തിന്റെ ലെവലിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല എന്ന് കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആരും ചെയ്യില്ല. കരിങ്കൊടി പ്രകടനമൊക്കെ ഇവിടെ നടത്തും. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. എല്ലാവർക്കും എതിരെ നടത്തിയിട്ടുണ്ട്. അത് പ്രതിഷേധം. ഡാറ്റാ മോഷണത്തിന്റെ ഏറ്റവും വലിയ വിവരം എന്ന് പറയുന്നത് ജീവനക്കാരുടെ സ്പാർക്കിൽ നിന്നുള്ള പ്രതികരണമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നത്. ഇതിൽ പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്ന ഒരു ചോദ്യം, ആരെങ്കിലും മന്ത്രിയുടെ അടുത്തേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങളുണ്ടോ എന്നൊരു ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. തങ്ങളുടെ പ്രാഥമിക അന്വേഷണത്തിൽ അത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നതിന്റെ വിവരമാണ് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് ഏതെങ്കിലും അന്വേഷണത്തിൽ വ്യക്തമാവുകയാണെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകും എന്നതാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. അതായത് മന്ത്രിയുടെ ഈ പരിക്കേറ്റു, ആക്രമണം നേരിട്ടു എന്നുള്ള കാര്യത്തെ ഇപ്പോൾ കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല എന്ന് വേണം പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ. അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം, മന്ത്രിയുടെ അടുത്തേക്ക് ആരെങ്കിലും പോകുന്നതിന്റെ ദൃശ്യങ്ങൾ ഏതെങ്കിലും മാധ്യമത്തിന് കിട്ടിയോ, ആർക്കെങ്കിലും കിട്ടിയോ, എവിടെയെങ്കിലും ഉണ്ടോ എന്നൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. എന്താണോ KSU ചൂണ്ടിക്കാട്ടിയത് അതേ തരത്തിലുള്ള ഒരു സംശയം ആ സംഭവത്തിൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുകയാണ്. അങ്ങനെ ഒരു തരത്തിലും പ്രതിഷേധങ്ങൾ അക്രമ സമരത്തിലേക്ക് പോകരുത്, അക്രമമായി മാറരുത് എന്ന നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതയുമില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. ഇനി അത് മറികടന്ന് അത്തരം എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നടപടിയെടുക്കുമെന്നാണ് പറയുന്നത്. ഒപ്പം ഒരു കാര്യം കൂടി പറയുന്നു, നേരത്തെ റീത്ത് വെച്ച സംഭവത്തിൽ മന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം അതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഇത് പ്രതിപക്ഷ നേതാവിന്റെ അറിവോടെയാണ് ഇത്തരം പ്രതിഷേധങ്ങൾ എന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ എല്ലാത്തിന്റെയും ഉത്തരവാദിത്വം എന്നിലാണല്ലോ, ഞാനാണല്ലോ കേരളം ഭരിക്കുന്നത് എന്നൊരു ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് തിരിച്ചു ചോദിക്കുന്നത്. മാത്രവുമല്ല, എല്ലാത്തിന്റെ ഉത്തരവാദിത്വം എന്നിൽ വരുന്നു, എനിക്ക് വേണ്ടി PR ചെയ്യുന്നത് അവരാണ് എന്നൊരു കാര്യം പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുകയാണ്. എന്തായാലും ഈ സംഭവത്തിൽ സംശയം ഉന്നയിക്കുന്നു പ്രതിപക്ഷ നേതാവ് എന്നതാണ് അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ആരെങ്കിലും മന്ത്രിയുടെ അടുത്തേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങൾ ഉണ്ടോ എന്ന ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. അതേസമയം വീണ ജോർജിനെതിരായ അക്രമത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമുയരുകയാണ്. മുഖ്യമന്ത്രി തന്നെ അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഹീനമായ കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നതും കൂടി നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ നമുക്കൊപ്പം BV വിനോദ് ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. വിനോദ്, KSUവിന്റെ പ്രതികരണമാണ് ഇതുവരെ വന്നതെങ്കിൽ അതിന് പിന്നാലെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം കൂടി വരികയാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെ ഹീനമെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ സംഭവത്തിൽ സംശയം ഉന്നയിക്കുകയാണ് VD സതീശൻ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു വലിയ പ്രത്യാരോപണങ്ങളിലേക്ക് കൂടി കാര്യങ്ങൾ പോകാനുള്ള ഒരു സാഹചര്യം രാഷ്ട്രീയമായി ഉരുത്തിരിയുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? തീർച്ചയായും രേണുക, കണ്ണൂരിൽ വലിയ പ്രതിഷേധമാണുള്ളത്. CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നു. SFIയും അതോടൊപ്പം തന്നെ DYFIയും ജനാധിപത്യ മഹിളാ അസോസിയേഷനും പ്രകടനങ്ങളുമായി തെരുവിലിറങ്ങുന്ന കാഴ്ചയുണ്ട്. തിരുവനന്തപുരത്ത് വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നു. മന്ത്രിയെ ആക്രമിച്ചത് അതിനെ അപലപിച്ചുകൊണ്ട് മറ്റ് മന്ത്രിമാരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വരുന്നു, അവരുടെ പ്രതികരണങ്ങൾ വരുന്നു. മുഖ്യമന്ത്രി തന്നെ ഇതൊരു ഹീനമായ പ്രവൃത്തിയാണെന്ന് പറയുന്നു. മന്ത്രി സജി ചെറിയാൻ, ശിവൻകുട്ടി, അതോടൊപ്പം തന്നെ KV ഗണേഷ് കുമാർ, അങ്ങനെ നിരവധി മന്ത്രിമാർ, ഈ മന്ത്രിസഭയിലെ അംഗങ്ങളെല്ലാം തന്നെ ഇങ്ങനെ ഒരു അക്രമത്തെ അപലപിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നു. പക്ഷേ പ്രതിപക്ഷ നേതാവിൻ്റെ ഇപ്പോഴത്തെ വാക്കുകൾ വളരെ പ്രസക്തമാണ്. ഇപ്പോൾ പുറത്തുവന്ന ദൃശ്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. മന്ത്രിയുടെ അടുത്തേക്ക്
യൂത്ത് കോൺഗ്രസ്സുകാരോ KSUക്കാരോ പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ KSU പറയുന്ന വാദത്തെ പ്രതിപക്ഷ നേതാവും മുഖവിലക്കെടുത്ത് അങ്ങനെ ഒരു പ്രതിരോധമാണ് തീർക്കുന്നത്. മന്ത്രി ആക്രമിച്ചിട്ടില്ല, മന്ത്രിയുടെ അടുത്തേക്ക് പ്രവർത്തകർ പോയിട്ടില്ല, അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതിന്മേൽ നടപടിയെടുക്കാമെന്ന കാര്യം പ്രതിപക്ഷ നേതാവ് പറയുന്നു. പക്ഷേ ഇപ്പോൾ മന്ത്രി ആശുപത്രിയിലാണ്. അവർ കഴുത്തിന് പരിക്കേറ്റ് ചികിത്സയിൽ തുടരുകയാണ്. കണ്ണൂരിൽ തന്നെ ഈ അന്താരാഷ്ട്ര ആയുർവേദ സെൻ്ററിൻ്റെ ഉദ്ഘാടനത്തിനെത്തിയതാണ്. ഇന്ന് രാവിലെയും മന്ത്രിയുടെ സഞ്ചാര വഴിയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധമുണ്ടായിരുന്നു. അവിടെ CPM പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിനുശേഷമാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് മന്ത്രി എത്തിയത്. ആ സമയത്തും വീണ്ടും പ്രതിഷേധമുണ്ടാകുന്നൊരു സാഹചര്യം. പോലീസ് വലയം ഭേദിച്ച് മന്ത്രിക്കടുത്തേക്ക് പ്രവർത്തകർ കടന്നു കയറുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തി. അവിടെയാണ് പോലീസുകാർ അവരെ പിടിച്ചു മാറ്റിയത്. മന്ത്രിയും ഒരു പരിധിവരെ പ്രകോപിതയാകുന്ന ദൃശ്യങ്ങളിൽ കാണാം. സ്വാഭാവികമാണ്, അവരുടെ അടുത്തേക്ക് പ്രവർത്തകർ എത്തുമ്പോൾ തീർച്ചയായും അങ്ങനെ ഒരു പ്രതികരണം മന്ത്രിയിൽ നിന്ന് ഉണ്ടായി എന്നതും വ്യക്തമാണ്. അത് സ്വാഭാവികമായ ഒരു പ്രതികരണമായി വേണം കാണാൻ. പക്ഷേ ഇപ്പോൾ ഈ പരിക്കിനെ സംബന്ധിച്ച് ഇരു കൂട്ടരും വ്യത്യസ്തമായ അഭിപ്രായമാണ് പറയുന്നത്. രേണുക, തീർച്ചയായും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. മന്ത്രിക്ക് അടുത്തേക്ക് ആരെങ്കിലും പോകുന്നതിന്റെ ഒരു തുണ്ട് ദൃശ്യമുണ്ടോ എന്നതാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ സംഭവത്തിൽ സംശയം ഉന്നയിക്കുകയാണ് പ്രതിപക്ഷം ചെയ്തിരിക്കുന്നത്. ഒരു തരത്തിൽ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മുഖ്യമന്ത്രി ആശുപത്രിയിലുള്ള മന്ത്രി വീണ ജോർജിനെ കാണാനെത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ ഫോട്ടോയായിരുന്നു പുറത്തു വന്നതെങ്കിൽ ഇപ്പോൾ ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്നു. മുഖ്യമന്ത്രി ആശുപത്രിയിലെത്തി ICUവിലാണ് മന്ത്രി വീണ ജോർജ് ഇപ്പോഴുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ആശുപത്രിയിലെത്തി മുഖ്യമന്ത്രി വീണ ജോർജിനെ സന്ദർശിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ്. നേരത്തെ ഈ പരിക്കേറ്റ് അവശയായി റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ അവിടെ വെച്ച് തന്നെ സ്പീക്കർ ഷംസീറിന്റെ ഫോണിൽ എന്തായാലും വലിയ പ്രതിഷേധം ആരോഗ്യമന്ത്രിക്കെതിരായ അക്രമത്തിൽ ഉണ്ടാവുകയാണ്. നേരത്തെ ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ റീത്ത് വെച്ച് പ്രതിഷേധം നടന്നപ്പോൾ തന്നെ വീണ ജോർജിനെ ഒറ്റപ്പെടുത്തി വേട്ടയാടാനുള്ള ശ്രമം നടക്കുന്നു എന്നത് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടിയതാണ്. സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവർ അത്തരം പരാമർശങ്ങൾ നടത്തിയത് നമുക്ക് മുന്നിലുണ്ട്. VD സതീശനാണ് തനിക്കെതിരായ അക്രമത്തിന് നിർദ്ദേശം നൽകുന്നത് എന്ന ആരോപണം മന്ത്രി വീണ ജോർജ് തന്നെ ഉന്നയിച്ചിരുന്നു. അത് പ്രതിപക്ഷ നേതാവ് തള്ളിക്കളഞ്ഞതാണ്. എങ്കിൽ പോലും ഇപ്പോഴും ആ ആരോഗ്യമന്ത്രിയെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന തരത്തിലുള്ള കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.